സിപിഐഎം നേതാവ് കെ ജെ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ഇന്ന് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായേക്കും. 10 മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് ഇന്നലെ പോലീസ് ഗോപാലകൃഷ്ണന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ ചോദ്യം ചെയ്യൽ. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സൈബർ കേസ് ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ തുടർന്നുള്ള നീക്കങ്ങളെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുക്കുക എന്ന ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങിയത്. അതിനുശേഷമാണ് ഗോപാലകൃഷ്ണന് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് പോലീസ് നൽകുന്നത്. ഗോപാലകൃഷ്ണൻ നിലവിൽ ഒളിവിലാണ്. ഈ കേസെടുത്ത ആദ്യഘട്ടത്തിൽ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയതാണ്. ഗോപാലകൃഷ്ണൻ മാത്രമല്ല, മൂന്നാം പ്രതിയായിട്ട് ഇന്നലെ ഒരാളെ കൂടി പ്രതി ചേർത്തിരുന്നു. മൂന്നാം പ്രതിയായിട്ട് ആണ് പ്രതി ചേർക്കുന്നത്. ഒരു യൂട്യൂബറാണ്. കൊണ്ടോട്ടി അബു എന്ന പ്രൊഫൈലുള്ള യാസിർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മലപ്പുറത്തുള്ള വീട്ടിലും ഇന്നലെ പോലീസിന്റെ പരിശോധന നടക്കുകയും ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, രണ്ടാം പ്രതിയായിട്ടുള്ള കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഐഫോൺ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം യൂട്യൂബിൽ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഫോൺ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത്. പിന്നീട് ഇവർക്കും പോലീസ് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് സൈബർ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മുനമ്പം ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്കോ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഗോപാലകൃഷ്ണനാണ് പ്രധാനമായിട്ടും ഇതിൽ കേസിലെ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വിടുന്നത് ഗോപാലകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യുക, അത് കൃത്യമായ വിവരശേഖരണങ്ങളോടെ മാത്രം ചോദ്യം ചെയ്യുക, അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. 10 മണിയോടുകൂടി ഹാജരാവാൻ വേണ്ടിയിട്ടാണ് സാധ്യത. പിന്നീട് ചിലപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയതിനു ശേഷം ഹാജരാവാനുള്ള സാധ്യതയും അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.